വിദേശത്ത് ജോലി ചെയ്യുന്ന യുവതിക്ക് വേഗത്തിൽ നാട്ടിലെത്തുക അസാധ്യം. നിയമപ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കാൻ വൈകിയാൽ പ്രതിക്ക് സാഹചര്യങ്ങൾ അനുകൂലമാവുകയും ചെയ്യും. ഈ രണ്ട് ഘടകങ്ങൾ മുന്നിൽ കണ്ടാണ് SIT നീക്കം. യുവതിയെ അവർ ജോലി ചെയ്യുന്ന രാജ്യത്തെ ഇന്ത്യൻ എംബസിയിലെത്തിച്ച് വീഡിയോ കോൺഫറൻസിംഗ് മുഖേന കോടതിയിൽ രഹസ്യ മൊഴി രേഖപ്പെടുത്താനാണ് നീക്കം. ഇന്ത്യൻ എംബസിയുടെ കൂടി സഹായത്തോടെ പരാതിക്കാരിയുടെ വൈദ്യപരിശോധനയും നടത്തും. ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള നിയമപ്രശ്നങ്ങൾ, പ്രതിഭാഗം കഴിഞ്ഞ ദിവസം കോടതിയിൽ ഉയർത്തിയ ആക്ഷേപങ്ങൾ, ഇവ രണ്ടും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഹൈക്കോടതിയിൽ നിന്നും പ്രത്യേക അനുമതി ലഭിച്ചാൽ വിചാരണ വേളയിലടക്കം അത് പ്രോസിക്യൂഷന് അനുകൂലമാകുമെന്ന വിലയിരുത്തലുമുണ്ട്. FIR രജിസ്റ്റർ ചെയ്യുന്നതിന് ഇടയാക്കിയ മൊഴിയിൽ പരാതിക്കാരിയുടെ സിഗ്നേച്ചർ ഉള്ളതായി അന്വേഷണ സംഘം വിശദീകരിക്കുന്നുണ്ട്. ഇതിനിടെ ഇന്ന് പുലർച്ചെ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തിരുവല്ല ക്ലബ് 7 ഹോട്ടലിലെത്തിച്ച് തെളിവെടുത്തു. 4-ാം നിലയിലെ 408-ാം നമ്പർ മുറിയിൽ പരാതിയിൽ സൂചിപ്പിക്കുന്ന ദിവസം താൻ എത്തിയിരുന്നതായി രാഹുൽ സമ്മതിച്ചിട്ടുണ്ട്. 2024 ഏപ്രിൽ 8-ന് രാഹുൽ ഹോട്ടലിലെത്തിയിരുന്നതായി രജിസ്റ്ററിൽ നിന്നും നേരത്തെ വ്യക്തമാവുകയും ചെയ്തിരുന്നു. രാഹുലിന് നേരെയുള്ള പ്രതിഷേധങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് പുലർച്ചെ തെളിവെടുപ്പ് നടത്തിയത്. പ്രതിയെ ഇനി മറ്റെവിടെയും കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല. പരമാവധി സമയം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യും. CK അഭിലാലിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.